ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലഞ്ച ടിജോഷി. കൂട്ടുകാർക്ക് എന്റെ അലഞ്ച അക്കാദമിയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വിളിക്കുന്നത് പ്ലസ് ടു ഹിസ്റ്ററി അദ്ദേഹമാറിന്റെ മൂന്നാം ഭാഗത്തിന്റെ ക്യാപ്ഷനോട്ടുമായാണ്. സൂഫിസവും ഭാഷകളുടെ വികാസവും. പ്രാദേശിക ഭാഷകളിലുള്ള കീർത്തനങ്ങൾ, ഹിന്ദാവി ഭാഷയുടെ ഉപയോഗം, ദീർഘകാവ്യങ്ങൾ അഥവാ മസ്നാസുകൾ രചിക്കപ്പെട്ടു. മാലിക് മുഹമ്മദ് ജയാസി രചിച്ച കാവ്യമാണ് പ്രേം ആഖ്യാൻ പത്മാവത്. ദക്കാനി ഭാഷയിൽ കവിതകൾ രചിക്കപ്പെട്ടു. ലൂരിനാമ അഥവാ താരാട്ട് പാട്ടുകൾ രചിക്കപ്പെട്ടു. ഷാദിനാമ അഥവാ വിവാഹ ഗാനങ്ങൾ രചിക്കപ്പെട്ടു. ഉത്തരേന്ത്യയിലെ ഭക്തി പാരമ്പര്യങ്ങൾ. കബീർദാസ്, ഗുരുനാനക്, മീരാബായി. കബീർദാസ് CE 15-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്ന മിസ്റ്റിക് കവിയാണ് കബീർദാസ്. വാരണാസിയിൽ 1440 ആണ് കബീർ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. ദൈവത്തിന്റെ ഏകത്വം, ഹിന്ദു മുസ്ലിം ഐക്യം എന്നിവയ്ക്ക് വേണ്ടി നിലകൊണ്ട് കബീർ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. കബീറിന്റെ കീർത്തന സമാഹാരങ്ങൾ. കബീർ ബീജർ വാരണാസിയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും സമാഹരിച്ചത്. കബീർ ഗ്രന്ഥാവലി രാജസ്ഥാനിലെ ദാന്തുപാൻ സമാഹരിച്ചത്. ആദി ഗ്രന്ഥ് സാഹിബ് കബീറിന്റെ രചനകളുടെ മറ്റൊരു സമാഹാരം. പരമമായ സത്യത്തെ വ്യാഖ്യാനിക്കാൻ കബീർ ദാസ് ഉപയോഗിച്ച പാരമ്പര്യങ്ങൾ. ഇസ്ലാമിക പാരമ്പര്യം, അല്ലാഹു, പീർ, ഹസ്രത്ത് എന്നീ വിശേഷണങ്ങൾ. വേദാന്ത പാരമ്പര്യം, നിരാകാർ, ബ്രഹ്മം എന്നീ വിശേഷണങ്ങൾ. യോഗ പാരമ്പര്യം, ശബ്ദം, ശൂന്യം തുടങ്ങിയ വിശേഷണങ്ങൾ. കബീറിന്റെ ആശയങ്ങൾ. 1. ഏകദേവതയെ വിശ്വസിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി നിലകൊണ്ടു. ജാതി വ്യവസ്ഥ, അയിത്തം എന്നിവ നിഷേധിച്ചു. ഗുരുനാനക് 1469 പഞ്ചാബിലാണ് ഗുരുനാനക് ജനിച്ചത്. നിർഗുണ ഭക്തിയുടെ പ്രചാരകനായിരുന്നു ഗുരുനാനക്. ഗുരുനാനക് ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ചു. ബാഹ്യമായ മതാചാരങ്ങളെ നിരാകരിച്ചു. വിഗ്രഹാരാധനയെ എതിർത്തു. ജാതി വ്യവസ്ഥയെ എതിർത്തു. മതസഹിഷ്ണുത, സാർവത്രിക സാഹോദര്യം എന്നിവ പ്രചരിപ്പിച്ചു. പഞ്ചാബി ഭാഷയിൽ നാനാക്ക് രചിച്ച കീർത്തനങ്ങൾ ഷഹാബ് എന്നറിയപ്പെട്ടു. ബാബ ഗുരുനാനക്കിന്റെ സിദ്ധാന്തങ്ങൾ പിന്നീട് സിഖ് മതത്തിന്റെ ഉത്ഭവത്തിന് കാരണമായി. സിഖ് സമുദായത്തിന്റെ പുണ്യഗ്രന്ഥമാണ് ആദി ഗ്രന്ഥ് സാഹിബ്. ഗുരു ഗോവിന്ദ് സിംഗ് ഖൽസാ അഥവാ വിശുദ്ധ സൈന്യത്തിന് രൂപം നൽകി. അടുത്തതായി മീരാഭായി. മേവാഡിലെ മെർത്തയിൽ നിന്നുള്ള രജപുത്ര രാജകുമാരിയായിരുന്നു മീരാഭായി. കൃഷ്ണഭക്തയും കവയിത്രിയുമായിരുന്ന മീര കൃഷ്ണഭക്തി ഗാനം രചിച്ചു. രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ മീരയുടെ ഗാനങ്ങൾ ജനപ്രീതി നേടി. മീരാബായിക്ക് അനുയായികളുടെ സംഘം ഉണ്ടായിരുന്നില്ല. ഉത്തരേന്ത്യയിൽ കൃഷ്ണഭക്തിയുടെ പ്രചാരണത്തിന് മീരാബായിയുടെ രചനകൾ സഹായിച്ചു. രാജസ്ഥാനിൽ വജ്രഭാഷ എന്നീ ഭാഷകളിലാണ് മീരാബായി ഗാനങ്ങൾ രചിച്ചത്. 1546 ദ്വാരകയിൽ വെച്ച് മീരാബായി മരണപ്പെട്ടെന്ന് കരുതപ്പെടുന്നു. ഹിന്ദി, മറാഠി, ഗുജറാത്തി ഭാഷകളിലേക്ക് മീരയുടെ രചനകൾ വിവർത്തനം ചെയ്യപ്പെട്ടു. താങ്ക് യു.